ഇന്നൊരു രാജസ്ഥാൻ സ്റ്റൈൽ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. നോക്കാമേ എങ്ങനെയാണ് റെഡിയാക്കി. ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് ഇതുപോലുള്ള ചുമന്ന ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ 1 കിലോ ക്യാരറ്റാണ് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു തണുപ്പ് സമയത്ത് മാത്രം കിട്ടുന്ന ഒരു തരം ക്യാരറ്റാണ്. ഇതിന് നല്ല മധുരമാണ്. ഇനി ഇതിൻ്റെ തൊലി ഇതുപോലെ പീൽ ചെയ്ത് മാറ്റിയിട്ട് 2 സൈഡും ഇതുപോലെ അതിൻ്റെ അറ്റവും മൂലം കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഇതിനെ ഒരു ഗ്രേറ്ററിലൂടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്യുമ്പം ഏറ്റവും ചെറിയ ഒരു കണ്ണം ഉണ്ടല്ലോ, അതിൽ വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഞാൻ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ഗ്യാസിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. തണുപ്പായതുകൊണ്ട് നെയ്യൊക്കെ കുറച്ച് ഉറഞ്ഞാണ് ഇരിക്കുന്നത്. നെയ്യ് നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഈ ഒരു നെയ്യിൽ വഴറ്റിയെടുക്കണേ. അപ്പോൾ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറി വരും. ഈ സമയം ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നോർമൽ പാലാണ്, ഫുൾ ഫാറ്റ് മിൽക്ക്. ഇത് കാച്ചിയ പാലൊന്നുമല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പാൽ ഡയറക്റ്റാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഈ ഒരു പാലും ഈ ഒരു ക്യാരറ്റുമായിട്ട് നന്നായിട്ട് വെന്ത് ഇതുപോലെ ഈ ഒരു പാകത്തിന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാകും. അപ്പോഴും നന്നായിട്ട് ഇതിനെ ഇളക്കി ആ പഞ്ചസാരയൊക്കെ ക്യാരറ്റ് അബ്സോർവ് ചെയ്ത് നല്ല രീതിയിൽ ഇതിനെ കുറുക്കിയെടുക്കണം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ക്യാരറ്റ് ഹൽവ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നെയ്യിൽ വറുത്ത കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഹൽവയാണ്. ഈ ഒരു സമയത്താണ് ഈ ഒരു ക്യാരറ്റ് കിട്ടുക. ഈ ഒരു ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.